ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം പിടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത്തരം ആളുകൾക്ക് അറ്റാക്കും സ്ട്രോക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. കോപം, ദേഷ്യം നമ്മുടെ ബന്ധങ്ങളിലും സമൂഹങ്ങളിലും വലിയ വിള്ളലുകൾ സൃഷ്ടിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. കാരണം ഈ സമയം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നതാണ്. പഠനങ്ങൾ പ്രകാരം നമ്മുടെ ദേഷ്യം പിടിക്കുമ്പോൾ നമ്മുടെ ശരീരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറും. കുറച്ചും കൂടിയൊക്കെ പവർ കൂടിയതുപോലെ തോന്നിയിട്ടില്ലേ? അത് തന്നെയാണ്. അഡ്രിനലിൻ, കോർട്ടിസോൾ എന്നീ സ്ട്രെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 100 കടക്കുന്നു. BP, ബ്ലഡ് പ്രഷർ ഹൈ ലെവലിലേക്ക് ഉയരുന്നു. ഇത് ആവർത്തിക്കുമ്പോഴോ അറ്റാക്കിനും സ്ട്രോക്കിനുമുള്ള സാധ്യതയും കൂടുന്നു. ഹാർവാർഡ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ 10 വർഷത്തെ പഠനങ്ങൾ പറയുന്നത് ഇത്തരം ആളുകളിൽ ഹൃദ്രോഗ സാധ്യത 40% വരെ കൂടുതലാണ് എന്നതാണ്. മാത്രമല്ല, രോഗപ്രതിരോധ ശേഷി കുറവ്, ദഹനക്കേട്, തലവേദന, ഉത്കണ്ഠ, വിഷാദം പോലത്തതിനും കാരണമാകുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദേഷ്യം മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ്. പക്ഷേ അത് നിയന്ത്രിക്കുന്നിടത്തും പ്രകടിപ്പിക്കുന്നിടത്തുമാണ് പലരും പരാജയപ്പെടുന്നത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഖുർആനും സുന്നത്തും അടങ്ങുന്ന കുറച്ച് ശാസ്ത്രീയമായ രീതികളൊന്ന് പരിശോധിച്ചാലോ? ഒന്നാമതായി ചേഞ്ച് പോസ്ചറാണ്. തിരുനബി പറഞ്ഞതുപോലെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുകയാണെങ്കിൽ കിടക്കുക. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ ഫൈറ്റ് മോഡ് ഉണ്ടല്ലോ, അതിനെ റിലാക്സ് മോഡിലേക്ക് മാറ്റുന്നു. രണ്ടാമതായി വുളു എടുക്കുക എന്നുള്ളതാണ്. തണുത്ത വെള്ളം മുഖത്തും കൈകാലുകളിലും ഒക്കെ ഒഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ താപനില കുറക്കുകയും കോർട്ടിസോൾ ഹോർമോണിന്റെ അളവ് ഗണ്യമായി കുറക്കുകയും ചെയ്യും. ദേഷ്യം ശമിപ്പിക്കാനുള്ള മൂന്നാമത്തെ വഴി ഡീപ് ബ്രീത്തിങ് ആണ്. ആഴത്തിൽ മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും അതൊരു 4 സെക്കൻഡ് നേരം ഹോൾഡ് ചെയ്ത് പതിയെ പുറത്തേക്ക് വിടുന്ന ഒരു രീതിയാണ്. ഇത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹത്തെ സജീവമാക്കുകയും നമ്മുടെ ശരീരം കൂടുതൽ ശാന്തമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നാലാമതായി ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് ചെറിയ നടത്തമാണെങ്കിൽ പോലും നമ്മുടെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ അത് നന്നായി നമ്മളെ സഹായിക്കുകയും ചെയ്യും. അഞ്ചാമതായി ഒരു ചെറിയ പ്രാർത്ഥനയും കൂടിയൊക്കെ ആയാൽ നമ്മുടെ മനസ്സ് ശാന്തമാക്കാനും കൂടുതൽ ബോധപൂർവ്വം നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടി സഹായിക്കും. പ്രത്യേകമായി ഈ സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളതൊക്കെ ഒരു സുന്നത്തും കൂടിയാണ്. ഇതിനൊക്കെ പുറമെ ദേഷ്യത്തിനുള്ള ഒരു പെർമനന്റ് സൊല്യൂഷൻ, ഒരു സ്ഥിരമായ ഒരു പരിഹാരം കൂടി പറയട്ടെ. നമ്മളൊക്കെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും സഹകരിച്ചും ക്ഷമിച്ചും നല്ല രീതിയിലൊക്കെ ഇടപഴകി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും നമ്മെ ദേഷ്യപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല, ഇതൊക്കെ നമ്മിൽ വലിയ നന്മകളായി രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു.